നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള അഷ്ടമിച്ചിറയിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും ഇന്ധനം ലീക്ക് ആവുന്നതായി പരാതി. 3-4 ദിവസമായി ഇവിടെ നിന്നും ഇന്ധനത്തിന്റെ മണമുണ്ടെന്ന് നാട്ടുകാർ. ദേശീയപാത നിർമ്മാണം കോട്ടപ്പുറത്തുള്ള ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെ ദുസ്സഹമാക്കി. മഴ പെയ്തതോടെ വീടുകൾ ചളിവെള്ളത്തിൽ. കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിൽ വയോധികനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാപ്പാറ നാലുമക്കൽ സുധാകരനാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. വാർത്തകൾ വിശദമായി. മാള അഷ്ടമിച്ചിറയിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും ഇന്ധനം ലീക്കാവുന്നതായി പരാതി. 3-4 ദിവസമായി ഇവിടെ നിന്നും ഇന്ധനത്തിൻ്റെ മണമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇന്നലെ പമ്പ് അധികൃതരെ വിവരം അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് പെട്രോൾ പമ്പിൽ നിന്ന് റോഡിൻ്റെ വശത്തുകൂടെ ഒഴുകുന്ന റോട്ടിലൂടെ പെട്രോളിൻ്റെ അംശം നാട്ടുകാർ കണ്ടെത്തുന്നത്. ഇവർ വാർഡ് മെമ്പറെ വിവരമറിയിക്കുകയും ഉടൻ തന്നെ മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു വരികയുമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ടെക്നീഷ്യനെ സ്ഥലത്തെത്തിക്കുവാൻ പോലീസ് പമ്പുടമയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു 4-5 ദിവസമായിട്ട് റോഡിൽ കൂടെ പോകുമ്പോൾ അഷ്ടമിച്ചിറ ഉരുണ്ടുവിളി തുടങ്ങി ജംഗ്ഷൻ വരെ പെട്രോളിൻ്റെ ഭയങ്കരമായിട്ടുള്ള മണം വരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ഈ പെട്രോൾ പമ്പിൻ്റെ സൈഡ് പിടിച്ചുള്ള കാനയിലെ പുല്ലുകളും ചെടികളൊക്കെ വളരെ അഴുകിയ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ ഞാൻ പമ്പിൽ ചെന്ന് അവരുടെ അടുത്ത് ജീവനക്കാരായിട്ട് സംസാരിച്ചപ്പോൾ അവർ ലീക്കില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇന്ന് ഇപ്പോൾ രാവിലെ നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ മഴ ആരംഭിച്ചതിന് ശേഷമാണ് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി പോയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉരുണ്ടുളി ജംഗ്ഷൻ തുടങ്ങി ഉരുണ്ടുളി മൈതാനം തുടങ്ങിയിട്ട് അഷ്ടമിച്ചിറ ജംഗ്ഷൻ വരെ പെട്രോളിൻ്റെ മണമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അപ്പോഴാണ് ഇന്ന് ശ്രദ്ധിച്ചിട്ടുള്ളത്. ഈ വെള്ളം എല്ലാവരും സമീപത്തെ കിണറിലേക്കിരിക്കും പാടത്തേക്കാണ് പോകുന്നത്. ദേശീയപാത നിർമ്മാണം കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്തുള്ള ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. റോഡ് നിർമ്മാണം തുടങ്ങിയ അന്നു മുതൽ ഇവർക്ക് സ്വസ്ഥ ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. മഴ പെയ്തതോടെ വീടുകൾ ചെളിവെള്ളത്തിലായ നിലയിലാണ്. കോട്ടപ്പുറം പാലത്തിന് സമീപം താമസിക്കുന്ന 8ഓളം കുടുംബങ്ങളാണ് വികസനത്തിൻ്റെ ഇരകളായി മാറുന്നത്. റോഡ് നിർമ്മാണം തുടങ്ങിയ അന്നു മുതൽ ഇവർക്ക് സ്വസ്ഥ ജീവിതം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. വേനൽക്കാലത്ത് അന്തരീക്ഷ മലിനീകരണമായിരുന്നു പ്രധാന പ്രശ്നം. എന്നാൽ മഴ പെയ്തതോടെ വീടുകൾ ചെളിവെള്ളത്തിലായ നിലയിലാണ്. റോഡിലൂടെ ഒഴുകി വരുന്ന മലിനജലം താഴെയുള്ള വീടുകളുടെ ചുറ്റിലുമായി കെട്ടിനിൽക്കുകയാണ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും മുറ്റത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടുത്തുകാർ. നിർമ്മാണത്തിലിരിക്കുന്ന റോഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൽപ്പൊടി മഴവെള്ളത്തോടൊപ്പം വീട്ടുമുറ്റത്തേക്ക് കുത്തിയൊലിച്ചു വരികയാണ്. 2 നില വീടുകളിൽ താമസിക്കുന്നവർ വീടിൻ്റെ താഴത്തെ നില ഉപേക്ഷിച്ച് മുകൾ നിലയിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. ദേശീയപാത അതോറിറ്റിക്ക് കീഴിൽ നടക്കുന്ന പ്രവൃത്തിയായതിനാൽ നഗരസഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ വീട്ടുകാർക്ക് മുന്നിൽ നിസ്സഹായതയോടെ കൈമലർത്തുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ദേശീയപാതയിൽ അമിതഭാരം കയറ്റി അപകടകരമായ രീതിയിൽ പോയ ലോറി കൊടകര പോലീസ് പിടികൂടി എൻഫോഴ്സ്മെൻറ്റ് RTO വിഭാഗത്തിന് കൈമാറി. സംഭവത്തിൽ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ലോറി ഉടമയിൽ നിന്ന് 20,000 രൂപ പിഴ ചുമത്തി. ശനിയാഴ്ചയാണ് പാലിയേക്കര ടോൾ പ്ലാസ വഴി കടന്നുപോയ ലോറി നെല്ലായിൽ വെച്ച് പോലീസ് പിടികൂടിയത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറി അമിതഭാരം കയറ്റി ഒരു വശത്തേക്ക് ചെരിഞ്ഞ നിലയിലാണ് പോയിരുന്നത്. ഏറെ ഗതാഗതക്കുരുക്കുള്ള ആമ്പല്ലൂർ ഭാഗത്തുകൂടെ ലോറി പോകുന്ന ദൃശ്യങ്ങൾ യാത്രക്കാർ മൊബൈലിൽ പകർത്തി എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തിന് കൈമാറുകയായിരുന്നു. തൃശ്ശൂർ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം കൊടകര പോലീസിന് വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ലോറി നെല്ലായിൽ വെച്ച് പിടികൂടിയത്. സംഭവത്തിൽ ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു. ലോറി ഉടമയിൽ നിന്ന് 20,000 രൂപ പിഴ ചുമത്തി. മീഡിയ ടൈം, കൊടകര. കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിൽ വയോധികനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാപ്പാറ നാലുമക്കൽ സുധാകരനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. സുധാകരൻ്റെ മൃതദേഹം മുരിങ്ങത്തുരുത്തിൽ പുഴയിൽ നിന്നുമാണ് കണ്ടെത്തിയത്. സുധാകരൻ വഞ്ചിയിൽ പുഴ കടത്തിയ യാത്രക്കാർ മടങ്ങി വന്നപ്പോൾ ഇയാളെ കാണാതെ വന്നതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് സംഘം മൃതദേഹം കരയിലെത്തിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അഷ്ടമിച്ചിറ സഹകരണ ബാങ്കിൻ്റെ പഠനോപകരണ വിതരണം നടന്നു. ബാങ്ക് പ്രസിഡന്റ് VM വത്സൻ അധ്യക്ഷനായ ചടങ്ങിൽ കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായും
തീർച്ചയായിട്ടും നാളെ മുതൽ നമ്മുടെ കുട്ടികളുടെ പഠനം ആരംഭിക്കുമ്പോൾ അവരെല്ലാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ മുന്നിലുണ്ട്. കുട്ടികളെ ക്ലാസ്സുകളിലേക്ക് കൊണ്ടുവരുന്നത് ഉൾപ്പെടെ ക്ലാസ് മുറികളിലെ സൗകര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. പല അപകടങ്ങളും പലപ്പോഴും നമ്മുടെ മുന്നിൽ തന്നെ കണ്ടിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ കൂടി എല്ലാ അധ്യാപകരുടേതായിട്ടുള്ള ഉത്തരവാദിത്തമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് വാഹനങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾ അത് നമുക്ക് കണ്ടാൽ ഭീകരത തോന്നുന്ന രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു ധാരണ രക്ഷിതാക്കൾക്ക് ഉണ്ടാകും. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നബീസത്ത് ജലീൽ, വാർഡ് മെമ്പർമാരായ ജോർജ് നെല്ലിശ്ശേരി, KV രഘു, സാബു പോൾ, എടാട്ടുകാരൻ, ഉഷ ബാലൻ, ഭരണസമിതി അംഗം KV ഡേവിസ് എന്നിവർ സംസാരിച്ചു. അംഗൻവാടി മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന 600-ലധികം വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ്, കുട, നോട്ട്ബുക്കുകൾ എന്നിവ വിതരണം ചെയ്തു. പുത്തൻചിറ വെള്ളൂർ ഗുരുധർമ്മ പ്രബോധന സഭ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുത്തൻചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ സമൂഹത്തെയൊക്കെ നോക്കുമ്പോൾ ഒത്തിരിയേറെ രോഗാവസ്ഥകൾ നമ്മുടെ ബാധ്യതകളായിട്ട് മാറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന കുറേ കുടുംബങ്ങളെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുക. ഒത്തിരിയേറെ സന്നദ്ധ പ്രവർത്തകരും വിവിധ കൂട്ടായ്മകളൊക്കെ ഇതിൻ്റെ ബന്ധപ്പെട്ട ചികിത്സകളെ അവരെ സഹായിക്കാൻ നടത്താനായി നിൽക്കുന്നത്. ഈ അവസരത്തിൽ അവരെല്ലാവരും അഭിനന്ദിക്കുകയാണ്. എന്നിരുന്നാലും വളരെയധികം പ്രതിസന്ധികൾ സർക്കാർ തലത്തിൽ തന്നെ ഒത്തിരിയേറെ ക്യാമ്പയിനുകൾ ക്യാൻസർ ജില്ലാ പഞ്ചായത്തുമായി ചെയ്യുക. അത്തരം ക്യാമ്പുകളൊക്കെ നമുക്ക് നടത്തുമ്പോൾ ആ ക്യാമ്പിൽ വരുന്ന ചെറിയ ഒരു ജീവിതശൈലി രൂപമാണ്. ഗുരുധർമ്മ പ്രബോധന സഭ പ്രസിഡന്റ് രാജു പനങ്ങാട് അധ്യക്ഷത വഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം മാള മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തിൽ ശില്പശാലയും കൺവെൻഷനും സംഘടിപ്പിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ചിലർ പറയാറുണ്ട് ഒരു കെട്ടകാലം എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇന്നത്തെ കാലം ഒരു വല്ലാത്ത കാലം തന്നെയാണ്. ചിലരതിനെ കലികാലം എന്ന് വിശേഷിപ്പിക്കും. അപ്പൊ കലികാലം എന്ന വാക്കുകൊണ്ട് നശിക്കാൻ പോവാണ്, അവസാനിക്കാൻ പോവാണ്. ഇനി ഒന്നും ഒരു ഇല പോലും ഇനി ഇളക്കാൻ പോകുന്നില്ല. കലികാലത്തോടെ ലോകവും കാലവും ചരാചരങ്ങളും ഒക്കെ MC പോൾ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, TK സന്തോഷ്, ഷീബ ഗിരീശൻ, M രാജേഷ്, അമൃത TV സൂപ്പർ സ്റ്റാർ ജൂനിയർ ഫെയിം ധ്രുവ S തുടങ്ങിയവർ സംസാരിച്ചു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമസ് ലീഹായുടെ ദുഃഖ്രാന തിരുനാളിൻ്റെ സംഘാടക സമിതി രൂപീകരിച്ചു. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ മനോജ് മേക്കാടൻ അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയി കളത്തിങ്കൽ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കൊയിലാടൻ, യൂണിറ്റ് പ്രസിഡന്റുമാർ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാള അഷ്ടമിച്ചിറയിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും ഇന്ധനം ലീക്ക് ആവുന്നതായി പരാതി. 3-4 ദിവസമായി ഇവിടെ നിന്നും ഇന്ധനത്തിൻ്റെ മണമുണ്ടെന്ന് നാട്ടുകാർ. ദേശീയപാത നിർമ്മാണം കോട്ടപ്പുറത്തുള്ള ഒരു കൂട്ടം ആളുകളുടെ ജീവിതത്തെ ദുസ്സഹമാക്കി. മഴ പെയ്തതോടെ വീടുകൾ ചളിവെള്ളത്തിൽ. കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിൽ വയോധികനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാപ്പാറ നാലുമക്കൽ സുധാകരനാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.